ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അതായത് നമ്മുടെ മമ്മിയുടെ ആങ്ങള, അതായത് ജെയിംസ് വളപ്പിൽ എന്ന ആളാണ് എൻ്റെ മമ്മിയുടെ ഒരു ആങ്ങളയാണ്, രണ്ടാമത്തെ ആങ്ങളയാണ്. അപ്പോൾ ആള് നമ്മുടെ ലയൺസിൻ്റെ ഗവർണറായിട്ടുള്ള ഒരു സ്വീകരണവും അതുപോലെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലുലു ഹയാട്ട്, അത് ഇൻ്റർനാഷണൽ നമ്മുടെ സെൻറ്റർ ഉണ്ടല്ലോ, ലുലുവിലെ വെച്ചിട്ടായിരുന്നു. അത് തൃശ്ശൂരുള്ള ലുലുവിലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളവിടെ ചെന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചകളാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ മെയിൻ സമയത്ത് തന്നെ നമ്മൾ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ആ എൻട്രൻസിൽ മുഴുവൻ അച്ചാച്ചൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ആ ലയൺസിൻ്റെ മേഡത്തിൻ്റെ ഫോട്ടോ ഒക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വീകരണത്തിൻ്റെ സമയത്താണ് നമ്മളവിടെ ചെന്നത്. അപ്പോൾ ഇവരെല്ലാവരും ലയൺസിൻ്റെ എല്ലാ ആൾക്കാരും ആ ഒരു സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും ആൾക്കാരായിരുന്നു. വലിയ വലിയ ആൾക്കാരുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരെ ഇവർ സ്വീകരിക്കാനായിട്ട് പോയ സമയത്ത് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറണുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നമ്മുടെ പുറത്ത് നടക്കുന്ന സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഉള്ളിൽ കയറാണ് ചെയ്തത്. അപ്പോൾ പുറത്ത് കണ്ട കാഴ്ചയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അച്ചാച്ചനും അതുപോലെ തന്നെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെയുള്ള സ്വീകരണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടില്ലേ, അവർ ശരിക്കും നമ്മുടെ കേരളീയ തനിമയോട് കൂടിയിട്ടാണ് ആ സ്വീകരണമായിരുന്നത്. പഞ്ചവാദ്യവും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഒരുങ്ങിപ്പോണ ഒരു സമയത്താണ് നമ്മൾ ചെല്ലണത്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മളെ ഉള്ളിലേക്ക് കയറാനുണ്ടായത്. നമ്മുടെ ലുലുവിൽ കാണുന്ന മെയിൻ എൻട്രൻസിലുണ്ടായുള്ള കാഴ്ചയാണത്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഒന്നും കൂടി നമ്മൾ ഇട്ടൊന്നും മാത്രം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. ഉച്ചത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമുക്കവിടെ സ്നാക്സും ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോഴേക്കും അവർ അവിടെ എത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങോട്ട് പോകാനുണ്ടായിരുന്നത്. അവിടെയും ചെറിയൊരു തിരക്ക് ഫീൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹാളിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. അവിടെ തെയ്യവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കേരളീയ തനിമ നിലനിർത്തുന്ന കലാരൂപങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നു. തെയ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കഥകളി വേഷം ഉണ്ടായിരുന്നു, മോഹിനിയാട്ടത്തിൻ്റെ വേഷത്തിലുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പഞ്ചവാദ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്വീകരണങ്ങളായിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ ചെന്ന വശത്ത് തന്നെ നമ്മുടെ സ്ഥാനമൊക്കെ പിടിച്ചു. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെയായിരുന്നു വീട്ടുകാർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു, കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ട്. അതെല്ലാം ഭംഗിയായി നമ്മുടെ എല്ലാവരെയും സഹകരണത്തോടുകൂടി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് തുടരാം. സോ നമ്മൾ ഓൾറെഡി ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇതുപോലെ തന്നെ ആരംഭിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. We have begun well and I believe we are almost half done. So ഇനി നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധയെ ഞാൻ സ്ക്രീനിലേക്ക് ക്ഷണിക്കാം. ബിക്കോസ് എല്ലാ വർഷവും നമുക്കൊരു തീം സോങ്
cheer, and we are helping our neighbors every time we do this. As the chairperson for Lions Club's International Foundation, I commend all of these community leaders for stepping forward and making sure that our neighbors have a healthy meal every day. Congratulations. And I would request all of you to give a huge round of applause to Lion Sunil and Lion Vishnu for the amazing job that they did. We all enjoy it. Thank you very much. കൺവെൻഷന് വന്ന നമ്മുടെ എല്ലാ ലൈൻ നേതാക്കൾക്കും requesting all the dignitaries of the right to please kindly proceed for the land lighting ceremony. And I would love to wholeheartedly request Lion Dr. Patty Hill, PNJF, the International President for the year 2023-24 years. Together we are strong, together we have power, together we can do wonders. Let us be a good and the best beginning all the activities and project of this particular year. Before us, the struggles endured by them and the progress achieved in our journey as a nation. So, ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത ചടങ്ങിനെ പറ്റിയാണ്, which is the presentation of national flags. And since Lion Dr. Patty Hill, all the way from Canada, is achieving if I could request Line Captain A. Anthony NJF to kindly do the honors. He's the district chairperson. Lions Club International District 3180 Installation Parade against us.
Secretary, Service. Is the proprietor of the #1 media engagement company, Malappuzha Communications. His innovative ideas and steadfast commitment are poised to propel our district to new heights. Let us unite in extending our support from this moment of resurgence throughout the Hellenistic year. I am sure that his perfectionism and guidance will help us. ഇപ്പോഴത്തെ സാരഥിയാണ് ജെയിംസ് വോളപ്പള്ളി. സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകരും വടക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്ഥാപകനും പോൾ വടപ്പള്ളിയുടെയും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ഫാദർ ജോസ് വടക്കിന്റെ ഫാമിലിയിൽ നിന്നുള്ള മേരി പോൾ വടപ്പള്ളിയുടെയും മകനായ ജെയിംസ് വോളപ്പള്ളിയുടെ ജന്മം. ചെറുപ്പകാലത്ത് എൻ്റെ ഫാദർ ശ്രീ പോളപ്പള്ളി ഞങ്ങളുടെ ഫാമിലി വളർത്തുന്ന കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആളായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ അത് പള്ളിയായിക്കോട്ടെ, അല്ലെങ്കിൽ അത് സ്റ്റുഡൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ അദ്ദേഹം കണ്ടമാനം സമയം മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം മാറ്റിവെച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ തന്റെ നേതൃപാഠം കൊണ്ട് സെന്റ് തോമസ് സ്കൂളിലെയും സെന്റ് തോമസ് കലാലയത്തിലെയും വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മികച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. സെന്റ് തോമസ് കോളേജിൽ നിന്നും ബിരുദവും അതിനുശേഷം മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും തുടർന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കിയ അദ്ദേഹം തന്റെ കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം നേതൃപാഠവുമായി കടന്നു ചെന്നത് പിതാവും ജ്യേഷ്ഠൻ ജോസ് വോളപ്പള്ളിയും ചേർന്ന് നടത്തിപ്പോന്നിരുന്ന ചെറിയൊരു അഡ്വർടൈസിംഗ് ഏജൻസിയിലേക്കായിരുന്നു. ജെയിംസ് വോളപ്പള്ളി ലാസ്റ്റ് 10 വർഷമായിട്ട് 19 വർഷമായിട്ട് ലയൺസിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം. ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വലിയൊരു ദിവസമാണ്. ഇന്ന് ജെയിംസ് വോളപ്പള്ളി ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് സ്ഥാനം നൽകുന്ന ഒരു ദിവസമാണ്. എന്റെ എല്ലാ സത്യസന്ധമായ ഇടപെടലുകൾ കൊണ്ടും നേതൃപാഠത്തിലൂന്നിയ കാഴ്ചപ്പാടുകൾ കൊണ്ടും വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ തൃശ്ശൂരിലെ ചെറിയൊരു ഏജൻസി ഇന്ത്യയിലെ തന്നെ മികച്ചൊരു ഏജൻസിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജെയിംസ് വോളപ്പള്ളിയുടെ എല്ലാ ആശയങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ബാക്ക്ബോണായി കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയാണ്. ലീന ജെയിംസ് തൃശൂർ ലയൺസ് ക്ലബിന്റെ ലയൺസ് പ്രസിഡന്റായിരുന്നു. ഡിസ്ട്രിക്ട് ലയൺസ് ഫോറം ട്രഷററായി പ്രവർത്തിച്ചിട്ടുണ്ട്. മകൻ ലിയോ ജെയിംസ് ലയൺസ് ക്ലബ് ഭാരവാഹിയാണ്. മകൻ സ്നേഹ ജെയിംസ് തൃശൂർ ലയൺസ് ക്ലബിലെ ലിയോ ക്ലബ് ഭാരവാഹിയായിരുന്നു. മരുമകൻ ബ്ലസ്സി ലിയോ, കൊച്ചുമകൻ ക്രിസ്ത്യാനോ ലിയോ. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത ഈ സമൂഹത്തിനായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ ഫാമിലിയുടെ നിസ്വാർത്ഥമായ സ്നേഹവും സപ്പോർട്ട് കൊടുത്തുകൊണ്ടുകൂടിയാണ്. ആ ഫാമിലി തന്നെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. നമസ്കാരം, ഞാൻ ഗോപു നന്ദിലത്ത്. ഞാനും ജെയിംസ് വോളപ്പള്ളിയുമായിട്ട് വളരെ വർഷങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പാണ്. ഏകദേശം ഒരു 40 വർഷമായിട്ട് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ ഇടയിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു കൈത്താങ്ങിയാങ്ങിക്കൊണ്ട് ജെയിംസ് വോളപ്പള്ളി എല്ലാ കാര്യത്തിലും ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് പോൾ വോളപ്പള്ളി. ജെയിംസ് നേതൃത്വം കൊടുക്കുന്ന ഏതൊരു സംഘടനയായാലും ശരി, ഏതൊരു പ്രസ്ഥാനമായാലും ശരി, അതൊരു നമ്പർ 1 സ്ഥാനത്തേക്ക് എത്തിക്കാൻ ജെയിംസിന് കഴിയുമെന്ന് എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഗവർണറായി സ്ഥാനം വയ്ക്കുന്ന ജെയിംസ് വോളപ്പള്ളിക്ക് ഗോപുനന്ദൻജി മാട്ടിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. തന്റെ സ്ഥാപനത്തിലേക്ക് തലമുറ മാറ്റത്തിന്റെ ഭാഗമായി മകനെ കൂടി എത്തിച്ച ശേഷം സാമൂഹ്യ പരിഷ്കർത്താവും പത്രപ്രവർത്തകരും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പിതാവ് പോൾ വടപ്പള്ളിയുടെ സാമൂഹിക സേവന പാത പിന്തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനായ ലയൺസ് പ്രസ്ഥാനവുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു.
തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങൾ അടങ്ങി നിൽക്കുന്ന വലിയ ഒരു ടീമായിരുന്നു തൃശ്ശൂർ ലയൺസ്. തൃശ്ശൂരിലെ ഒരു പരസ്യ ഏജൻസിക്കാരനായ എനിക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ഒരു പരിവേഷം കിട്ടാനായിട്ടുള്ള ഒരു വലിയ ഒരു അവസ്ഥ എനിക്ക് എന്റെ റിസർച്ചിൽ കഴിഞ്ഞപ്പെട്ടിട്ട് ഇന്ന് ഈ ലയൺസത്തിന്റെ ഏറ്റവും നേതൃനിരയിലേക്ക് എത്താനായിട്ട് ജില്ലയുടെ ഗവർണറായിട്ട് വരുന്നത് ഏറെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി സേവനങ്ങളുടെ വലിയ വൈത്താരകൾ തുറക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജോയ് ഓഫ് സർവീസ് എന്നാണ് എൻ്റെ ടാഗ്ലൈൻ. ഈ ടാഗ്ലൈനിന്റെ അതേപോലെ സന്തോഷത്തോടുകൂടി ഈ വർഷം നമുക്ക് പൂർത്തീകരിക്കാം. 24 വർഷമായി അനുസൃതം തുടരുന്ന തന്റെ ലയൺസ് സേവനങ്ങൾക്കിടയിൽ ലയൺസ് ക്ലബിന്റെ ചരിത്രം തിരുത്തിയെഴുതി. ലോകത്തിലെ 50,000 ലയൺസ് ക്ലബുകളിൽ ഏറ്റവും മികച്ച പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് 2 തവണ ലയൺ ഓഫ് ദി ഇയർ അവാർഡ് തേടിയെത്തി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമായി നീലകണ്ഠൻ അവാർഡ് ലഭിച്ചു. മികച്ച സ്വാം ചെയർമാൻ, മികച്ച PR, മികച്ച GST കോർഡിനേറ്റർ, മികച്ച റിവീലിംഗ് കണക്കാരൻ DC തുടങ്ങി തന്നിലേക്ക് വന്നു ചേർന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായി. ആ യാത്ര ഇപ്പോൾ ലയൺസ് ഗവർണർ വരെ എത്തി നിൽക്കുന്നു. ലയൺ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേരാവാൻ ജെയിംസ് വളപ്പിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സേവനത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും സമൂഹത്തിനോടുള്ള ഒടുങ്ങാത്ത കടപ്പാട് കൊണ്ട് മാത്രമാണ്. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ ഗവർണർഷിപ്പിൽ പുത്തൻ ഉണർവോടെ സേവനത്തിന്റെ പുതിയ കാലം സൃഷ്ടിക്കുന്നവർ അദ്ദേഹം ലയൺസ് പ്രസ്ഥാനത്തെ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കുമെന്ന്. International leader, our ACF chairman, today chief guest, Dr. Patil, International Council Governor Nandakumar sir, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന മൾട്ടിപ്പിൾ തോന്നിട്ടുള്ള കോ-ഗവർണേഴ്സ്, ഏറെ പ്രിയങ്കരായ ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും കരുത്തുമായിട്ടുള്ള പ്രിയമുള്ള പാസ്റ്റ് ഗവർണേഴ്സ്, എന്നെ ഈ വലിയ പദവിയിലേക്ക്, എൻ്റെ കച്ചവടത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് എന്നെ കൈപിടിച്ചു നിർത്തിയ എൻ്റെ ബിസിനസ് ഐക്കോണും എൻ്റെ ബിസിനസ് സഹസഞ്ചാരിയുമായ ഗോപുനന്ദില്, ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാവായ ജോസ് വള്ളു, മലയാള മനോരമയിൽ എനിക്ക് താങ്ങും തങ്ങളുമായി എൻ്റെ മുന്നോട്ട് നയിച്ച വർഗീസ് ചാണ്ടി, എൻ്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ ജോൺസ് പോൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, ഈ പദവിയിലേക്ക് കടന്നു കയറാനായിട്ട് എത്തിച്ചേരാനായിട്ട് എനിക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും നൽകിയ പ്രിയമുള്ള ലയൺ ലീഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, ഏറെ നന്ദിയുണ്ട്. ഇത്രയും വലിയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പദവിയിലേക്ക് നിങ്ങളെ ലഭിച്ച ഉത്തരവാദിത്വം. കർമ്മനിഷ്ഠയോടെ വൃദ്ധി ചെയ്യുമെന്ന് നിങ്ങളുടെ മുമ്പാകെ ഉറപ്പു നൽകുന്നു.
ഈ വർഷം സന്തോഷത്തിൻ്റെതാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സന്തോഷത്തോടു കൂടിയുള്ള സേവനങ്ങൾക്ക് നടത്താൻ നമുക്ക് കഴിയണം. എല്ലാ കാര്യത്തിലും ഫെഡറിക്കോ പറഞ്ഞ പോലെ നമുക്കൊരു മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. മേക്ക് എ മാർക്ക്. എന്ത് ചെയ്യുമ്പോഴും ഒരു പുതുമ സൃഷ്ടിക്കാൻ സാധിക്കും. ജീവിതത്തിലുള്ള ആ വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിൽ ഒരു പുതുമയുടെ, ഒരു സത്യസന്ധതയുടെ, ഒരു സുതാര്യതയുടെ ഒരു കാൽവെപ്പുകൾ ഉണ്ടാകണം. നമുക്കെതിരെ പറയുന്ന വാക്കുകളെ അടക്കാൻ ശക്തമായ നമ്മുടെ സേവന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്ന കരുത്തരത്തെ ലയനായി മാറാൻ നമുക്ക് ഒരുമിച്ച് ചേരാം. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഈ വർഷം അതിമനോഹരമായിട്ട് മുന്നേറാനായിട്ട് സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഓരോ പ്രവർത്തനം 200 ക്ലബുകളുടെയും അതിശക്തമായ പ്രവർത്തനത്തിന് ഞാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ പരിപാടി അതിമനോഹരമാക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു വലിയ ഒരു കാര്യത്തിൽ നിങ്ങൾ കാണിച്ച ആ ശുഷ്കാന്തിയെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനോടുകൂടി നിങ്ങൾ ഓരോ ക്ലബും കാണിച്ച അഭിനിവേശത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ വലിയ ലീഡറിനെ കൊണ്ടുവരാൻ സാധിച്ച, അതിനെ സഹായിച്ച നമ്മുടെ ഏരിയ LCF കോർഡിനേറ്ററിനും അമർനാഥിനും അതോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയ ഓരോ ലീഡർമാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഞാൻ വിട്ടുപോകുമെന്ന് ക്ഷമിക്കണം. എല്ലാവരെയും ഈ വലിയ ക്യാബിനറ്റ് രജിസ്ട്രേഷൻ ചടങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് ഏറെ ധന്യ നിമിഷമുണ്ടായത്. ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ധന്യ നിമിഷം ഞാൻ ഇതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ എനിക്ക് ആ ധന്യ നിമിഷം കൈവരിച്ചു. അത് നമ്മുടെ ഇന്റർനാഷണൽ ലീഡർ, നമ്മുടെ 23-24 പ്രസിഡന്റ്, LCF ചെയർമാൻ നമ്മുടെ മഞ്ഞ പന്തൽ സന്ദർശിച്ച സമയത്ത് ഡോക്ടർ ആന്റണിയുടെ വാക്കുകളും അദ്ദേഹത്തിന്റെ സന്തോഷവും ഞാൻ കണ്ടപ്പോൾ നമ്മൾ ചെയ്ത ഈ ചെറിയ പ്രവൃത്തിയെ ലോകമെമ്പാടും എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു. നമുക്ക് ആ ഒരു കരുത്തിനെ ശക്തിയാക്കാൻ ഇനിയും ഒരുപാട് നന്മകൾ തുറക്കാനായിട്ട്, ഒരുപാട് വിശപ്പടക്കുന്നവന്റെ വിശപ്പടക്കാനായിട്ട് നമുക്ക് വീണ്ടും ഒത്തുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. But for every lion that is here, every lion, or everyone who is supporting a lion, I have some things I'd like to share with you. Our international president this year, Fabrizio Oliveira, has challenged every single one of us to make our mark in service, to contribute to our club, zone, region, and district leadership, to make our mark by expanding our LCIF footprint, and to make our mark by ensuring that our community partners know exactly all the incredible things that you are doing. You know, I've been told that this is incredible India. I know why. It's because it has incredible lions and leos. That's why. Incredible. And you know, you really are. Now, last year I served as the international president. That gave me responsibilities, but it did not make me the most important lion. District governors, district chairpersons, as you stand here today, each of you
You to reflect upon the word inspiration. What inspires you? How can you use your own level of inspiration to impact all across District 318? How can you create inspiration in all the others with whom you work this year? So while I know that you can read the Constitution and bylaws, rights and responsibilities, inspiration. And if you are ready to do that, please raise your right hand. District chairpersons, will you fulfill the obligations of your role? And if so, say, I will. And will you commit your time, your efforts, and your talents to inspiring others to greater levels of service? And if so, say, I will. We're doing them separately? Okay. Second Vice District Governor, Lion Suresh K. Warrior, PMGF. Where are you, Suresh? And can we have your spouse, your companion join you, please? As well, for your support of our second Vice District Governor. So, Vice District Governor, please raise your hand. Do you commit your efforts this year to fulfilling the role of second Vice District Governor? And if so, say, I will. He says definitely he will. Will you work tirelessly? Will you also fulfill the expectations placed upon you by First Vice President A.P. Singh as we move forward with our mission to grow? And if so, say, I will. Immediately after I gave the oath of office to the new International President Fabricio, he installed you as the District Governor for 318D 2425. Congratulations. At this point, I am going to ask you to step over and stand beside immediate past District Governor Tony as the new District Governor in sequence. Would the two of you please go stand in line beside Tony? Come here. Come. Thank you. All right, I think I've got them ready. Oh. ഞങ്ങൾ മൂന്നുപേരും ഈക്വൽ പവറുള്ള ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു ഈ വർഷം. ഈക്വൽ പവറുള്ള ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു. നേരം എഴുതുമ്പോൾ ജയകൃഷ്ണൻ എന്നെ സ്വപ്നം കാണേണ്ടത് ഞാൻ ഡിസ്ട്രിക്ട് ഗവർണറാണ് എന്നാണ്. സുരേഷ് ബാബു നേരം എഴുതുമ്പോൾ സ്വപ്നം കാണുന്നത് ഞാൻ ഈ ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് ഗവർണറാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, എന്റെ എല്ലാ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ഈ രണ്ട് പേരുകളുമായി ആലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകും. താങ്ക് യു വെരി മച്ച്. But the love and affection and trust and faith you have bestowed in me as the second Vice District Governor of 318D. Of course, I am proud that I was installed by the immediate past international president and executive chairperson, Lion Dr. Patty Hill. One thing I will remain in my memory, it is because of you that I have reached this position. 24 നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹവുമായി ലയൺസുമായി ദീർഘകാലത്തെ ആത്മബന്ധം വെച്ച് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ ബുധനാഴ്ച ദിവസമാണ് കേരളത്തിന്റെ ക്യാബിനറ്റ് ചേരുന്നത് എന്നുള്ളത് കൊണ്ട് ഔദ്യോഗികമായ ചില കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് അവർ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഓൺലൈനിലൂടെ ഈ ചടങ്ങിൽ ആശംസ നേരാൻ ജെയിംസ് വളപ്പള്ളിയുടെ ദീർഘകാലത്തെ ആത്മബന്ധം പുതുക്കാനും വേണ്ടി ഈ സമയം ഉപയോഗിക്കുന്നത്. ജെയിംസ് വളപ്പള്ളിയെ യഥാർത്ഥത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് ലയൺസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയല്ല. ഞങ്ങളുടെ എല്ലാം വിദ്യാർത്ഥി കാലത്ത്
അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉദയം കൊണ്ട ഒരാളായിരുന്നു ജെയിംസ് വളപ്പില. വളരെ സ്നേഹത്തോടെയും അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയെ വളരെ ശ്രദ്ധയോടെയും നോക്കിക്കണ്ട ആളുകളാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ഞങ്ങളെല്ലാവരും. അന്ന് തന്നെ ജെയിംസ് വളപ്പില വിദ്യാർത്ഥി രംഗത്തെ സംഘടനാ പ്രവർത്തനത്തിലൂടെ മികച്ച സംഘാടകൻ എന്ന വിധത്തിൽ തൃശ്ശൂർ ജില്ലയിലാകെ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന ശൈലിയും സംഘടനാ പ്രവർത്തനത്തിന്റെ കഴിവും തുടർന്ന് രാഷ്ട്രീയ രംഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ജെയിംസ് വളപ്പില പിന്നെ മുഴുവൻ സമയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായ ബിസിനസ് രംഗത്തേക്ക് മാറി. ബിസിനസ് രംഗത്തും വളരെ ശ്രദ്ധയോടെ ഏറ്റവും സമചിത്തതയോടെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രംഗത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. എന്നാൽ വീണ്ടും കഴിഞ്ഞ കുറേ കാലമായി തൃശ്ശൂരിന്റെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മറച്ചുവെക്കാനാകാത്ത, മാറ്റി നിർത്താനാകാത്ത ഒരു പേരായി ജെയിംസ് വളപ്പില വീണ്ടും ഉയർന്നു വരികയായി. ഞാൻ ഓർമ്മയുണ്ട്, കഴിഞ്ഞ 7-8 വർഷക്കാലത്തെ ജനപ്രതിനിധി എന്ന പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ നാടിനെ ആകെ ബാധിച്ച നിരവധി ദുരന്തങ്ങളിലൂടെ അതിനെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോകേണ്ട വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുത്തു. ആ വെല്ലുവിളികളുടെ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രളയത്തിലും കോവിഡിലുമൊക്കെ പൊതുസമൂഹം ഭീതിയോടെ നിന്ന ഒരു ഘട്ടത്തിൽ അതിനെ മറികടക്കാൻ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒപ്പം നിന്നും വ്യക്തിപരമായും സംഘടനാപരമായും അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ ജെയിംസ് വളപ്പിലയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആ ഘട്ടത്തിൽ തന്നെ വിലയിരുത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൃശ്ശൂർ നഗരത്തിൽ അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങൾ പല വേദികളിലൂടെ, പല സംഘടനകളിലൂടെ, വ്യക്തി എന്ന നിലയിലൊക്കെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയുണ്ടായി. ഞങ്ങളെല്ലാം ആദരവോടുകൂടിയാണ് ആ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടത്. തൃശ്ശൂരിനെ ഒരു വിശപ്പുരഹിത പട്ടണമായി മാറ്റുക എന്ന ആശയം യഥാർത്ഥത്തിൽ ബീജാപാപം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ഓരോ വാർഡിലും പ്രത്യേകമായി ആ വാർഡിലെ ആളുകളെ കണ്ടെത്തി വിശപ്പ് രഹിതമാക്കി മാറ്റുന്നതിന് വേണ്ടി പട്ടിണി കിടക്കുന്നവർ ആരൊക്കെയെന്ന് കണ്ടെത്തി അവരെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു അങ്ങനെ നടപ്പിലാക്കാൻ എന്നൊരു പദ്ധതി അന്നേ തീരെ നടപ്പിലാക്കിയിരുന്നു. അതിന്റെ എന്റെ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ അതിന്റെ സംഘാടന പരിപാടികളിൽ പങ്കാളിയാകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, സാധാരണ മനുഷ്യർക്ക് സഹായകരമായ വിധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം, ഇത് ജെയിംസ് വളപ്പില പലരെയും പോലെ കാണിക്കുന്നു. എന്നാൽ അതോടൊപ്പം ആ സംഘടനാ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികാലം മുതൽ സൂക്ഷിച്ച സർഗാത്മകത കൂടി ഒത്തുചേരുമ്പോഴാണ് അത്തരത്തിലൊരു ഗുണകരമായ മാറ്റം ഉണ്ടാകുക. തീർച്ചയായും ലയൺസ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ സാധാരണക്കാരോട് ഓരഞ്ചർന്ന് നിൽക്കുകയും സമൂഹത്തിന്റെ മരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയെ ഹൃദയത്തിലൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പ്രോജക്റ്റുകൾ, പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ആ ഒരു പൊതുജന പ്രസ്ഥാനത്തിന് ജെയിംസ് വളപ്പിലയുടെ സമുചിതമായ നേതൃത്വത്തിലൂടെ ഈ നാട്ടിലെ നിരവധികളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു വടവർഷമായി വളർന്നു വരാനും സാധ്യമാകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ജെയിംസ് വളപ്പിലയ്ക്കും അദ്ദേഹത്തിന്റെ ഒപ്പം ചുമതലയേറ്റെടുക്കുന്ന ലയൺസിന്റെ മുഴുവൻ കാലഘട്ടം പ്രത്യേകമായ തൃശ്ശൂർ കോർപ്പറേഷനുമായി എല്ലാ വിഷയത്തിലും വളരെ സഹകരണത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എസ്പെഷ്യലി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എനിക്കൊരു ആശയം തന്ന ഗവർണറാണ് ശ്രീ വളപ്പില, ജെയിംസ് വളപ്പില. കാരണം എന്താ വെച്ചാൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു വലിയ സംരംഭമായിരുന്നു ഹങ്കർ ഫ്രീ കോർപ്പറേഷൻ. അതിൻ്റെ ചില കാരണങ്ങളൊക്കെ. കാരണം നമുക്കറിയാം, ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനയുടെ തലസ്ഥാനമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക തലസ്ഥാനം നമ്മൾ തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തിലാണ് ഈ കോർപ്പറേഷൻ പരിധിയിൽ ഏറ്റവും വലിയ സംരംഭമാണ് സ്വരാജ് കോർപ്പറേഷൻ. ആ സ്വരാജിലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പാതയോരത്ത് ഏകദേശം ഒരു 11 മണി കഴിഞ്ഞാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. അത് കാണുമ്പോൾ കേരളത്തിന്റെ പുറത്തുനിന്നും മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബസ്സിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതൊരു അഭയാർത്ഥികളെ പോലെയാണ്. വരിവരിയായി 10-300 ആൾക്കാരിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത് കാണുമ്പോൾ തൃശ്ശൂരിൽ തന്നെ അത് അപമാനമായി നമുക്ക് തോന്നുന്നു.
ആ വിഷയത്തിൽ ഞാൻ ആദ്യമായി സംസാരിച്ചത് ഒന്നുമല്ലായിരുന്ന ഇന്നത്തെ ഗവർണറായിരുന്ന ആയിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജെയിംസ് വളർത്തിയുമായി വിളിച്ചു വരുത്തി അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. അതിന്റെ ഭാഗമായാണ് ഞാനും അന്നത്തെ ലയൻസ് ക്ലബും ഒരു ടൈപ്പോട് കൂടി with the Latin International Foundation, Latin American Nation to the principal of the Caesar Capital for generous support in utilizing donation to our foundation. Would you like to join us on stage, sir? Bye. ഞങ്ങളിവിടെ പോകാൻ പറ്റില്ല. അയ്യോ വളരെ ഭാഗ്യം നിങ്ങൾക്ക് അഭിമാനിക്കാം. ജെയിംസ് വളപ്പില ഞങ്ങൾ എന്റെ അറിയാണ്. ഫോട്ടോ കിട്ടും. ഇത് അവസാന സമയമായപ്പോൾ ഞങ്ങൾ ആൻറ്റീനെ കിട്ടിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഒരു മാമ പോയി, ബാക്കിയുള്ളവരെല്ലാവരും നിന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തു. കാരണം എല്ലാവരും പല സമയത്ത് വന്ന കാരണം നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടായത്. ലാസ്റ്റ് സമയമായിരുന്നു, ഫുഡ് കഴിക്കണ ആ ഒരു വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. അപ്പം നമ്മുടെ മമ്മിയുടെ വീട്ടിലത്തെ കുറച്ച് ബന്ധുക്കൾ, അതായത് നമ്മുടെ മേമ്മമാർ, ബാപ്പന്മാർ, അവരുടെ മക്കൾ, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭംഗിയായിട്ട് ഫോട്ടോ എടുത്തു. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ലുലു ഹയാട്ടിൻ്റെ നമ്മുടെ തൃശ്ശൂരത്തെ ലുലുവിൽ ഫ്രണ്ട് കാണാൻ നല്ല രസം രാത്രി. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇത് കേട്ടോ. ഞങ്ങൾ പോരണ സമയത്താണ് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് വണ്ടി എടുക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ പിടിച്ചതാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ.
അപ്പോൾ നമുക്ക് അച്ചാച്ചനെ കിട്ടിയത് ലാസ്റ്റ് സമയത്താണ്. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അച്ചാച്ചനെ ഒരു നോക്ക് കാണാൻ നമുക്ക് അടുത്ത് പറ്റിയിരുന്നില്ല. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ ഫാമിലിനെയും നമ്മൾ പോയവരെല്ലാവരും അപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടി. അപ്പോൾ എനിക്കും പോളാടിനും അതുപോലെ മേമമാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റി. അതും പോരണ സമയത്താണ്. അപ്പോൾ ലുലുവിൻ്റെ നമ്മുടെ എൻട്രൻസിൻ്റെ ആ വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. കാരണം അത്രയും തിരക്കായിരുന്നു. അച്ചാച്ചൻ ഡിസ്ട്രിക്ട് ഗവർണറായ ദിവസമാണ്. അപ്പോൾ ഏറ്റവും അധികം സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ലയൺസിൻ്റെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളങ്ങനെ ആവാമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഞങ്ങൾ ഇതിലൂടെ കാണിച്ചത്. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.